അനിയുടെ വിവാഹ നിശ്ചയം മൂർത്തി മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നു. മുത്തശ്ശന്റെ മുന്നിൽ തലകുലിച്ച് എന്നാൽ വളരെയധികം രോഷം അടക്കിപ്പിടിച്ച് നിൽക്കുമായിരുന്നു അനി. അനിയുടെ കണ്ണുകളിൽ വല്ലാത്ത നിസ്സഹായതയും ദേഷ്യം ഒരുപോലെ നേളിച്ചു നിന്നു. വരുന്ന ആഴ്ച അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയമാണ്. അതിൽ ഒരു മാറ്റവുമില്ല. മുത്തശ്ശന്റെ ശബ്ദം തറവാടിന്റെ ചുമരുകളിൽ അങ്ങ് തട്ടി പ്രതിധ്വനിച്ചു. ആ വാക്കുകൾ അനിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൽ പോലെയാണ് പതിച്ചത്. മുത്തശ്ശ, അനി ശബ്ദമുയർത്തി. അവന്റെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. എനിക്ക് ഈ കല്യാണം വേണ്ടത് ഞാൻ എത്ര തവണ പറഞ്ഞു. അനാമികയും ഞാനും തമ്മിൽ ഡിവേഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഭാര്യാഭർത്താക്കന്മാരാണ്. അത് കഴിയാതെ എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ച് മറ്റൊരു കല്യാണം? അതും എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത അവന്തികയുമായിട്ട്. നിശ്ചയ ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. മുത്തശ്ശൻ പതുക്കെ എഴുന്നേറ്റ് അനിയുടെ മുഖത്തേക്ക് തീക്ഷ്ണമായിട്ടൊന്ന് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ തറവാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച നിശ്ചയം നടക്കും. അന്ന് നീ ഇവിടെ ഉണ്ടാകണം. അതിൽ കൂടുതലൊന്നും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. മുത്തശ്ശന്റെ ആജ്ഞ കേട്ട് അനി അങ്ങ് സ്തംഭിച്ചു പോയി. ഇതുവരെ ആ മുഖത്തു നോക്കി ഒരു മറുവാക്ക് പറയാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ തന്റെ ജീവിതമാണ്. നന്ദുവല്ലാതെ വേറൊരാരെയും തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മുത്തശ്ശൻ എന്തിനാണ് ഇത്രയും നിർബന്ധം പിടിക്കുന്നത് എന്ന് അനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാൽ ആർക്കും മനസ്സിലാവാത്ത ഒരു വലിയ രഹസ്യം മുത്തശ്ശന്റെ മനസ്സിലുണ്ടായിരുന്നു. നിശ്ചയം ദിവസം തന്നെ ആ സസ്പെൻസ് പൊളിക്കണമെന്നായിരുന്നു മുത്തശ്ശന്റെ തീരുമാനം. അനി കടുത്ത ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൻ പോകുന്നത് നോക്കി ജാനകിയും അജയനും പരസ്പരം നോക്കി. അവർക്ക് അനിയുടെ സങ്കടം മനസ്സിലാവുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ കണ്ണുനീർ തുടച്ചു നിൽക്കുമായിരുന്നു അവന്തിക. ജാനകിയെ പിടിച്ച് ചേർത്ത് പിടിച്ചു. അവന്തികയുടെ കരച്ചിൽ വെറും ഒരു അഭിനയമാണെന്ന് അന്ന് തറവാട്ടിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. നീ വിഷമിക്കാതെ അവന്തികെ. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണ്. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിശ്ചയം കഴിഞ്ഞാൽ പതിയെ എല്ലാം ശരിയായിക്കോളും. ജാനകി അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം ജാനകിയും അജയനും അനിയെ ചേർന്ന് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അനിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ അവൻ തലയിലേക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുമായിരുന്നു. മോനെ അനി, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അജയൻ സ്നേഹത്തോട് ചോദിച്ചു. എന്റെ നല്ലതിനോ? എന്നെ ജീവനോട് കൊല്ലുന്നതാണല്ലോ എന്റെ നല്ലത്. അനി പൊട്ടിത്തെറിച്ചു. മാനസികമായി വല്ലാതെ തളർന്ന അവൻ ആരോടും ഒന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന്റെ ബൈക്കിൽ അങ്ങ് ഇരുമ്പലുന്ന ശബ്ദം കേട്ടുകൊണ്ട് തറവാട്ടുകാർ നെടുവീർപ്പെട്ടു. ഇതേസമയം നഗരത്തിലെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു പഴയ അമ്പലത്തിന്റെ പടവിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിലപ്പോൾ നന്ദു മാത്രമായിരുന്നു. പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവൻ നന്ദുവിനെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് നന്ദു എത്തി. അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. എന്തു പറ്റിയനി? പെട്ടെന്ന് തന്നെ വരാൻ എന്താ പറഞ്ഞത്? നന്ദു കിതച്ചുകൊണ്ട് ചോദിച്ചു. അനി അവളെ തന്നെ കുറച്ചു നേരം നോക്കി. പിന്നെ സങ്കടത്തോടെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാൻ നന്ദു. അടുത്ത ആഴ്ച അവന്തികയുമായിട്ട് എന്റെ വിവാഹം നിശ്ചയം നടത്താൻ മുത്തശ്ശൻ തീരുമാനിച്ചു. ഞാൻ എത്ര എതിർത്തിട്ടും ആരും കേൾക്കുന്നില്ല. എന്റെ മനസ്സിൽ നീ മാത്രമാ നന്ദു. അവർക്കൊക്കെ അതറിയാവുന്നതല്ലേ? എന്നിട്ടും നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശൻ തീരുമാനിച്ച കാര്യത്തിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ആശങ്കയിലായിരുന്നു അവള്. അവന്തികയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാൻ നന്ദു. അനി തുടർന്നു. അബിയുടെ അനിയത്തിയായ അവൾക്ക് എല്ലാവരും കരുതുന്നത് പോലെ അനാമികയുമായുള്ള ആ ഒരു ബന്ധം പിരിയാൻ കാരണം അവിടെ തന്നെയാ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം നടന്നില്ല. നന്ദു ഒന്ന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാ. എനിക്കറിയാം നന്ദുവിനെ അനിയത്തിൽ വിശ്വാസം ഇഷ്ടമില്ല എന്ന്. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവസ്ഥ മാറി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്റെ മനസ്സിൽ എന്റെ വീട്ട മാത്രമേ ഉള്ളിച്ചിരുന്നു. എനിക്കയാളെ സ്വന്തമാക്കണവും കാണാൻ ശരിയാവന്തികയോട് പറഞ്ഞു. ഈ വിവാഹം നടക്കുന്ന അവളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം ഉപദേശിച്ചു. പെട്ടെന്ന് തന്നെ അവന്തികയുടെ ഒരു സംശയം തോന്നി. ഒരു അഭിനയമാണ് കണ്ണുകൾ പറഞ്ഞിട്ട് മനസ്സിലൊരു ദേശകാരിയുണ്ടെന്ന്. അവൾ എന്തുവാണോ ഒരു അനിയത്തിയായി പെട്ടെന്ന് സത്യം സമ്മതിച്ചു. അതേ അവന്തിക എന്റെ മനസ്സിലത് നന്ദുവാണ്. അവന്തിക പൊട്ടിച്ചിരിച്ചു. കൊള്ളാമല്ലോ, നമ്മൾ വീണ്ടും ഈ കാര്യം അനിയോട് പറഞ്ഞില്ലേ? നമുക്ക് എന്റെ ഇഷ്ടം നന്ദുവിനെ അറിയിക്കാൻ ഞാൻ അനിയുടെ ഇട്ടിട്ട് പോയതാണ്. അവൻ അത് വേണ്ടാമെന്നൊക്കെ സമ്മതിച്ചു. പക്ഷേ അവന്റെ കൈകൾ ഇങ്ങനെ നിന്ന് പിടിവിട്ടു. എന്നെ വിളിച്ചത് വേണ്ടാനില്ല. അങ്ങനെ ഒരു ചോട്ടം ബീച്ച് വെച്ച് കണ്ടു. അന്വേഷണയും വീട്ടുകാരൊക്കെ കരപ്പിച്ച് നമ്മൾ അങ്ങോട്ട് പോവാനാ. അവർ തമ്മിലുള്ള ശാപമേറ്റ് വാഹനത്തിൽ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു. അവളുടെ കണ്ണുകളിൽ പകരം കഴിയാത്ത എത്രയോ കല്യാണങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതേ അവന്തിക സ്വന്തമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ മാത്രമേ കല്യാണം നടത്തുകയർന്നു പോയി. എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അവന്തിക ദൈവത്തിൽ വിശ്വസിച്ച് കുറച്ചു നാളുകൂടെ ക്ഷമിച്ചു പോവാം. എനിക്കും മനിയേട്ടനെ വേണം നവീനേട്ട. നന്ദുവിന്റെ ആശ്വാസം നൽകിയ അവന്റെ ഉള്ളിലെ ഭയം മാറുന്ന ലക്ഷ്യം ഒന്നായിരുന്നു. മോതിരം മാറുന്നതോടെ യാത്രയുടെ ജീവിതം പൂർണ്ണമായും അവന്തികയുടെ സംസാരിച്ച് അവൻ ശേഷം അവന്തിക നേരെ തന്റെ ജീവിതത്തിലേക്കാണ് ജീവിതം തന്നെ അവസാനിക്കുമെന്നും
ഒരാളുടെ തീരുമാനം ഇറങ്ങിയ ആ ഒരു രൂപം. ഇതേസമയം വല്ലാത്തൊരു ഗാംഭീര്യമുള്ള ആളായ നരസിംഹത്തെ വിവാഹ നിശ്ചയത്തിന്റെ വിവരമെല്ലാം തന്നെ അറിയിച്ചു. അനന്തപുരിയിലെ ആ രഹസ്യബന്ധത്തെപ്പറ്റി ഇപ്പോഴും നരസിംഹത്തിന്റെ മകൻ നവീനെ കണ്ടപ്പോൾ നാഗേന്ദ്രൻ അവൾക്കരികിലേക്ക് വന്നു. അവളുടെ തനിക്ക് സ്വന്തമാക്കാമെന്നായിരുന്നു നവീന്റെ കണക്കൂട്ടൽ. നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഏതറ്റം പോകാൻ നവീൻ തയ്യാറായി. വഴക്കൊന്നുമില്ല. അമ്മക്കാണെങ്കിൽ അവന്തിയെ സ്വന്തം മരുമകളാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്താ കാര്യം അച്ഛനോട് പറക്കുമുള്ള കുട്ടിയ വളരെ അവളുടെ കയ്യിൽ തോൽവെച്ച് കൈക്ക് വേണ്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചതാ. ആ ഒരു ആലോചന എന്റെ കല്യാണം നടത്തുമെന്ന് എന്നോട് പറഞ്ഞൊന്നില്ല. അന്ന് ഞാൻ അവളെ വേണ്ടാന്ന് ചിരിച്ചു. അങ്ങനെ പറയണമേ, എല്ലാവരും കൂടി കല്യാണം പറയുന്നിരിക്കല്ലേ. അനന്തപുരത്തെ അതിന് നിശ്ചയത്തിൽ തന്നെ നിൽക്കുമ്പോൾ പോലീസുകാരി ഇരിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ടൊന്നും കാര്യമില്ല. നീ ഓർത്തു വെച്ചോ. ഇപ്പോഴും എന്റെ മനസ്സിൽ അവൾ ബീച്ചിലും പാർക്കിലൊക്കെ അവളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. എന്നെ വിവാഹം അങ്ങനെ സമ്മതിക്കുമായി പുറത്തായി അഥവാ സമ്മതത്തിലായിരുന്നു എന്നെ വിവാഹം കഴിച്ചപ്പോൾ മാനസികമായി തടയുന്ന നിരാശയും ദേഷ്യവും ഒരുപോലെ അനുഭവിക്കുന്ന നാഗേന്ദ്രന്റെ കണ്ണുകളിൽ ഒരു ക്രൂരത മിന്നിമറിഞ്ഞു. അയാൾ ഗൗരവത്തിൽ പറഞ്ഞ അവിടെ എത്തിയ നവീന്റെ ജീവിതത്തിന് ഒരു തടസ്സമായി ആരെങ്കിലും നീക്കുവാണെങ്കിൽ നീ പേടിക്കേണ്ട പോലെ കണ്ടാണെങ്കിൽ വിവാഹ നിശ്ചയം കല്യാണം എല്ലാം ഗംഭീരമായി തന്നെ തമ്മിൽ സംസാരിച്ച ഒരു തടസ്സമായി നിങ്ങൾ കരികിലേക്ക് വരിക ഏറ്റവും പറ്റിയ അനുവദിക്കാത്ത വിഷമത്തിൽ ചെറിയൊരു ആശ്വാസം പറഞ്ഞു. നവീന്റെ ഈ ഒരു മോളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ടേക്ക് അധികം അറിയുമെന്ന് അനുഭവം നടക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മൾ പെൺകുട്ടി കല്യാണം ഒരിക്കലും നടക്കില്ല. അനന്തപൂർത്തി ആ വീടിനും അടിച്ചൊരു വലിയ പ്രണയമാണ്. നിനക്കറിയാമല്ലോ, വല്ലപ്പോഴും നീ പെട്ടെന്ന് വീണ്ടും പറഞ്ഞു അനിയന്റെ നിയന്ത്രണം വിട്ടു. മനസ്സിൽ ഒരുപാട് വിഷമം വന്നപ്പോൾ എനിക്ക് നല്ലതാണെങ്കിൽ നേരിട്ട് പറയണമെന്നതിനാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എനിക്ക് തന്നെ ഭാഷയിൽ ചോദിച്ചു. അനന്തപുരി തറവാട് വീടിന്റെ മുഖം ചിരി അങ്ങ് മാഞ്ഞു. അതിന്റേതായിട്ട് പ്രൗഢിയിൽ തന്നെയാണ് അവൻ തന്റെ യഥാർത്ഥ ഹാളിൽ സംസാരിക്കാണ്. എന്റെ മനസ്സിൽ മാത്രമാണ് വിവാഹം കഴിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അനിയുടെ നിർദ്ദേശം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന വലിയൊരു ചടങ്ങിൽ എനിക്ക് കല്യാണത്തിന് കുറച്ച് സമയം കൊടുക്കാമെന്നാണ് അവന്തികമോട് പറയുന്നത് മാത്രമാണ്. അവൾക്ക് വിദേശത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു കാണിക്കാതെ അതൊക്കെയാണെങ്കിലും അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആദ്യം ഉപദേശിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് ശല്യമാ. അതുകൊണ്ട് കുറച്ച് സമാധാനം ഇങ്ങനെയെങ്കിലും കാണാൻ വന്നത്. ആ അവന്തികയെ ഒരു അനിയനെ മാത്രം മതിയല്ലോ. അത് കൊടുത്ത് സെറ്റിൽ ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും അനിക്കും അവന്തികൾക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ. നവീനോട് കെഞ്ചി. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ വിവാഹ നിശ്ചയത്തിന് മുത്തശ്ശൻ തന്നെ മുന്നിൽ വിളിക്കണം. കുട്ടികൾ കല്യാണം ദോഷങ്ങളും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. മാത്രമല്ല സമയം കുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ കുറിച്ച് ഐശ്വര്യത്തെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചു വരുന്നത് നല്ലതാ. നവീൻ വൈകാതെ സഹായിക്കുന്ന മനസ്സിലാക്കി വന്നു. കൂടെ പൂജാമുറിയിലെ തയ്യാറാക്കി നിയമപരമായി അദ്ദേഹം പ്രശ്നമായിട്ട് വേറെ ചിന്തിക്കാൻ തുടങ്ങി. എല്ലാവരും ഭക്തിയോടും കൂടെ ചുറ്റും നിന്നു. അവിടെ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ വലിയ ഐശ്വര്യമാണ് കാണുന്നത്. പുരോഹിതൻ ഭാര്യ ഭർത്താവുമായത് കുറച്ച് പ്രശ്നങ്ങൾ കോടതിയും അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു എന്ന് മുത്തശ്ശിയും സമ്മതിച്ചു. വാശി പിടിച്ചെടുക്കുന്ന ഇനി വരാമാനമായി ഈ ഒരു കുടുംബത്തിന്റെ വിലക്കായിരിക്കും. എങ്കിലും സഹായിക്കാൻ പോലെ തന്നെ വലിയ ഐശ്വര്യം കൊണ്ടുവരുന്ന പുരോഹിതന്റെ വാക്ക് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അവരെ വിളിച്ചറിയിച്ചു. ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി ആർക്കും ജനിക്കാത്ത കുഞ്ഞാണ് കുടുംബത്തിന് വിളിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത. അപ്പോഴാണ് മുത്തശ്ശൻ മറ്റൊരു കാര്യം കുഴപ്പമുണ്ടോ? പുരോഹിതൻ കുറച്ചു നേരം കവിളിലേക്ക് തയ്യാറായിരുന്നു. പിന്നെ മുഖമുയർത്തി പറഞ്ഞു, നടക്കില്ലായതുകൊണ്ട് തന്നെ ഒത്തുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ബുദ്ധി ഉപദേശിച്ചു. വിവാഹം നടക്കുമെന്ന് ഇപ്പൊ പൂർണ്ണമായി പറയാൻ കഴിയില്ല. എന്തൊരു തടസ്സം മുന്നിലുണ്ട്. പക്ഷേ ഒരു വലിയ പൂജ നടത്തിയ ഒരു പക്ഷേ ആ ദോഷം മാറാൻ കഴിഞ്ഞേക്കാം. ഒത്തുചേരുന്നവരാണെങ്കിൽ അവർ തീർച്ചയായും ചേരും. പുരോഹിതൻ പറഞ്ഞു ആ പൂജ നമുക്ക് നാളെ തന്നെ നടത്താം. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. പിറ്റേ ദിവസം തന്നെ അനന്തപുരി പൂജകൾ ഒരുക്കുന്നത് ഗംഭീരമായി നടക്കുകയായിരുന്നു. പൂജാമുറി ചന്ദ്രത്തിന്റെയും കർപ്പൂരത്തിന്റെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. എല്ലാവരും പരമ്പരാഗത വേഷത്തിൽ നിൽക്കുകയാണ്. അവന്തികയും ഏറ്റവും നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് സർവാഭരണഭൂഷിതയെ അവിടെ എത്തി. അനിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അനി അവിടെ വന്നതുവഴി അവളുടെ മുഖത്തേക്ക് പോലും വന്ന് നോക്കിയില്ല. പൂജ തുടങ്ങുന്നതിന് ആരും അറിയാതെ അവൻ അവിടെ നിന്നും മാറി വീടിന്റെ പുറകുവശത്തെ ഇടനാളിലേക്ക് നടന്നു. നിശ്ചയത്തിന് നന്ദുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. കുറച്ചു മാറി അവന്റെ നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ അനി ആരെയും അവൾ കണ്ട്
അതിനിടെ കാതോർത്ത് നിൽക്കുകയാണ്. ഹലോ നന്ദു, അനിയുടെ ശബ്ദത്തിൽ സങ്കടവും ദേഷ്യവും തന്ത്രശാലിയ. അവളുടെ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് നിന്റെ അച്ഛനും നമ്മൾ കണ്ടതല്ലോ. നിനക്കെന്താ അതുപോലെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നൂടായിരുന്നോ? മറുതൽക്ക് നന്ദു ശാന്തമായി പറഞ്ഞു. അനി, നീ എന്താ ഈ പറയുന്നത്? നിന്റെ കൺവെട്ടത്ത് വരരുതെന്ന എന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ അങ്ങോട്ടേക്ക് വരിക? നഷ്ടമുണ്ടാക്കി അവളെ ഞാൻ വെറുതെ വിടില്ല. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവളെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് അനു പല്ലിരുമ്മിക്കൊണ്ട് നാഗേന്ദ്രന്റെ മനസ്സിൽ കൊലവരി തെളിഞ്ഞു. അടങ്ങി നിൽക്കാനേ തീരുമാനിച്ച അവളുടെ അച്ഛനെയും അമ്മയും പോലെയല്ലേ അവളെ കല്യാണം എത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മയും പോലെ അവധിയിട്ടു. നീ ഈ സമയത്ത് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത്. നന്ദുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ നന്ദു നീ പറയുന്നത്? ഞാൻ അവളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോളാനാണോ നീ പറയുന്നത്? എനിക്കതിനായി ഒരിക്കലും കഴിയാതെ നന്ദു. അനി നിരാശയോടെ ഇതേ സമയത്തിന്റെ കഥയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത സംഭവം അവിടെ വിളിച്ചത് അബിയുടെ ഫോണിൽ നിന്ന് നവ്യക്ക് വളരെ നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചു. ഇപ്പോഴത്തെ വലിയ ബന്ധത്തിലാണ് വല്ല കാര്യങ്ങളോട് അവരുടെ ലക്ഷ്യമെന്ന് നവ്യക്ക് വ്യക്തമായ തിരിച്ചറിയാൻ ലഭിച്ച തെളിവുമായി നവ്യ നേരെ പോയത് മൂർത്തിമുത്തശ്ശിയിലേക്കാണ്. ആദ്യം ഈ കാര്യങ്ങളോട് അവന്തിക വേഗം തന്നെ തന്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ പാതി ചാടിയതിനു ശേഷം അവൾ ഞെട്ടിപ്പോയി. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിളിച്ചു. തങ്ങളെ ഇത്രയും കാലം സ്നേഹം അഭിനയിച്ച് പറ്റിക്കുമെന്ന് അവന്തിക എന്ന അവർക്ക് മനസ്സിലായിരുന്നു. ആ വലിയ തടവാറിന്റെ നെടുന്തൂണായ മുത്തശ്ശനെ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. മുറിയിലേക്ക് നടന്നു. അവിടെ സംശയം തോന്നില്ല. ചുറ്റും നോക്കി പാതി തുറന്ന വാതിലൂടെ സംസാരിക്കുന്നത് അവന്തികയുടെ നവ്യ പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാഗേന്ദ്രനെയാണ് ആ കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. രക്തനിരക്കും തന്റെ ജീവിതം നശിപ്പിച്ചത് ഒരുപാട് കാലമായി താഴേക്കിറങ്ങി വന്നു. യാതൊരുവിധ ബന്ധവുമില്ല. മാറ്റം അവകാശം പോലും എനിക്ക് പോലും സംശയമായിരുന്നു. ഇവൾ തന്നെ ചതിക്കുവാണെങ്കിൽ അഭിയും തന്നെ പറ്റിച്ചു. ഒരു വലിയ ഇപ്പോഴാ അവന്തികയും തെറ്റാൻ തയ്യാറാണ്. കോടീശ്വരനാണെന്ന സമയമായത് ജാനകിയും ദേവയാനിയും അയാളുമായി ചേർന്ന് ഇവൾ പദ്ധതിയിലേക്ക് നിയന്ത്രണം വിട്ടു. അവൾ വാതിൽ താല്പര്യമില്ലാത്ത കല്യാണത്തിന് വേണ്ടി വരുന്നതിൽ ഫോൺ വിളിച്ചത് വ്യക്തമായ ശബ്ദം വിശ്വസിക്കാതെ പെട്ടെന്ന് കണ്ടപ്പോൾ അവന്തിക സങ്കടത്തിലായി ഫോണിലേക്ക് മറച്ചു പിടിച്ചു. അത് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവർ ഒരു നല്ല ജോഡിയാണെന്ന് വിജയത്തിന്റെ അഹങ്കാരം നിറഞ്ഞിരുന്നു. അമ്മ കേട്ടു എന്ന് മനസ്സിലായപ്പോ അവന്തികയുടെ മുന്നോട്ട് വന്നത് അവിടെ എന്റെ അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ലേനു. കോരി വന്നു. അവന്തികയുടെ അടുത്തേക്ക് നടന്നില്ല. ഇവളോട് ചൂടാകുന്നതിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചതുമായി ജലജ അബിയുടെ നേരത്തെ തിരിഞ്ഞു. അടുപ്പമുണ്ട് തന്നെ ചതിക്കുക. നാഗേന്ദ്രനെ വെച്ച് കല്യാണക്കാരെ സംസാരിക്കുന്നവരൊക്കെ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ല അയാളുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ലാതെ അത് ഞാൻ സമ്മതിക്കില്ല. അത് ശാന്തതയോടെ എന്ന ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നോക്കി. അമ്മയൊന്നും മനസ്സിലാക്കി. പക്ഷേ അടിമയെ പോലെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അതിലും എത്രയോ നല്ല ചതിയുടെ കൂടെ പോയിട്ട് നന്നായി രാജകീയമായി ജീവിക്കുന്നത്. അച്ഛനിപ്പോ വലിയൊരു കോടീശ്വരനാണ്. അവൻ ഇനി ലോകത്തെ മുഴുവൻ രാജാവാണെന്ന് പറഞ്ഞാലും ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനും ഞാൻ ദേഷ്യം അടക്കാനായില്ല. അമ്മ എന്തിനെങ്കിലും വാശിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്റെ അച്ഛനല്ലേ? അച്ഛന്റെ വാക്കുകൾ അദ്ദേഹത്തെ വിളിക്കാൻ എനിക്ക് അവകാശമില്ല. യഥാർത്ഥത്തിൽ അങ്ങ് നടങ്ങി. അമ്മക്കത് തടയാൻ എന്താ അധികാരമുള്ളത്? വർഷങ്ങളായി ഇറങ്ങിപ്പിടിച്ച ഭയാനകമായ മുറിയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടിക്കുന്നതിന് ശബ്ദത പടർന്നു. പറഞ്ഞു. അവന്തികക്കാരന്റെ അച്ഛനെ പിടിച്ച് മാപ്പ് ചോദിച്ചു. അവൾ പതുക്കെ അവളുടെ ശബ്ദത്തിനപ്പോ വല്ലാത്ത ആഴമുണ്ടായിരിക്കാൻ വേണ്ടി അവൾ എന്റെ അച്ഛൻ അവന്തിക ഉറപ്പിച്ചു പറഞ്ഞു. മുത്തശ്ശി തന്നെ സഹായിച്ചില്ല. തിരികെ മൊബൈൽ ഫോൺ എടുത്തു. പിറക്കുന്ന തറവാട്ടിലുള്ള മുഴുവൻ ആളുകളിലേക്ക് നീട്ടി. കാര്യം മനസ്സിലാക്കിക്കോ, തലക്ക് അബിക്കും അവിടെ നിന്റെ സ്വന്തം അച്ഛന്റെ സമയത്തിന് മുറിയിലങ്ങ് മുറിച്ചത്.
തന്നെ ആ വിവാഹ നിശ്ചയം തടസ്സപ്പെടുത്തുകയും അനിയെ ആ വമ്പൻ ചതിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് അനിക്കുന്നതിന് വലിയ ആശ്വാസമായിരുന്നു. അനിയുടെ കണ്ണുകൾ നന്ദുവിനെ സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയോടെ അവളിലേക്ക് തന്നെ നോക്കി. ഒരു പ്രതീക്ഷ തെളിഞ്ഞു. എന്നാൽ നവ്യ അവിടെ നിർത്തിയില്ല. അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ സഹായങ്ങളും താൻ ചെയ്യുമെന്ന് നവ്യ ഉറപ്പുകൊടുത്തു. മാത്രമല്ല മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് അനിയുടെയും നന്ദുവിന്റെയും കല്യാണം നടത്തിക്കൊടുക്കുമെന്നും നവ്യ ആവശ്യപ്പെടുകയും ചെയ്തു. നടന്ന തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായി മുത്തശ്ശൻ അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ വീണ്ടും സന്തോഷത്തിന്റെ നാളുകൾ വന്നെത്തി. ആ വലിയ മുറ്റത്ത് അങ്ങനെ അവർ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അനിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് അതൊരിക്കലും അവന്തികയുമായിട്ടായിരുന്നില്ല. ജാനകിയുടെ പോലും സമ്മതപ്രകാരം അതുപോലെ അങ്ങ് പുറത്തേക്ക് പോയി. നന്ദുവിന്റെ അച്ഛനും അമ്മയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും തന്നെയായിരുന്നു നന്ദുവും അനിയുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയം നടക്കുന്നത്. അങ്ങനെ നവ്യ എല്ലാം കൊണ്ട് തകർന്നറിഞ്ഞിരിക്കുന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യം ആദർശനായി അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാണ്ടാതെ അവൾ അടിപൊളി ത്രില്ലിംഗ് കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. വരാനിരിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ അനന്തപുരിയെ കാത്തിരിക്കുന്നത് അതിലും വലിയ ദുരന്തങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.